എല്ലാവർക്കും നമസ്കാരം. സ്മിതാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ തറവാട്ട് പൂജയ്ക്ക് വേണ്ട പ്രസാദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്, ഫുള്ളായിട്ടില്ല. ഓരോന്നും ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ എടുത്തെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിലൊരു ചേച്ചിയുണ്ട്, രജനി ചേച്ചി നന്നായിട്ട് ഇതൊക്കെ ഉണ്ടാക്കും. ഉണ്ണിയപ്പവും ഉഴുന്നുവടയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഉഴുന്നുവടയൊക്കെ ശരിക്കും ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. ഇതിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ്. ഓരോ പൂജയ്ക്ക് രാവിലെ തൊട്ട് 6 മണി തൊട്ടിട്ട് വൈകുന്നേരം രാത്രി 8:45 വരെയൊക്കെ പൂജയുണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രസാദമൊക്കെ ആയിരിക്കും. ചെറുപയർ പുഴുക്ക്, അതുപോലെ കടുമധുര പായസം, പിന്നെ ഉണ്ണിയപ്പം, ഉഴുന്നുവട, ചെറുപയർ പുഴുക്ക്, പിന്നെ അവിലും മലരും, അങ്ങനെ പായസം, അങ്ങനെയൊക്കെയാണ് പൂജയ്ക്ക് പ്രസാദമായിട്ട് ഉണ്ടാവാറ്. അപ്പോൾ ചേച്ചി ഉണ്ടാക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. ചേച്ചിയുടെ ഞാൻ ചേച്ചി ആദ്യം ചില വീഡിയോ ഒന്നും എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി പാട്ടൊക്കെ പാടിയിട്ടാണ് എടുക്കുന്നത്. ഞാനപ്പോൾ ഓരോന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ചേച്ചിയോട് ചോദിക്കുന്നതൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ അരച്ചിട്ട് ഉച്ചയ്ക്ക് അരച്ചു. ഉച്ചയ്ക്ക് മീൻസ് 3-4 മണിക്ക് അരച്ചു വെച്ചിട്ട് ഒരു മണിക്കും കഴിഞ്ഞ ശേഷം അരച്ചു. ലൂസായിട്ടല്ലേ, കട്ടിയായിട്ടല്ല അല്ലേ? അരി വെള്ളത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചു. പിന്നെ ശർക്കര പൊടിച്ചിട്ട് മിക്സിയിൽ തന്നെ അരച്ചു. എളുപ്പമാണ് പരിപാടി. മറ്റേത് അരിപ്പൊടി വാങ്ങിയിട്ടേ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. എത്ര പ്രാവശ്യം അറിയോ അരിപ്പൊടി വാങ്ങി പെട്ടത്. ഇവിടെ ഒരടുപ്പിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ട, അപ്പുറത്ത് നെയ്പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് അതാണ് തീഞ്ചട്ടി വെച്ചിരിക്കുന്നത്. നെയ്യൊക്കെ ഒഴിക്കുന്നുണ്ട്. ഉണക്കമുന്തിരിങ്ങയൊക്കെ വറുത്തിടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ. ചേച്ചി പെട്ടെന്ന് പാട്ടൊക്കെ പാടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ആ സമയത്ത് ചേച്ചി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. ചേച്ചി പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കോപ്പിറൈറ്റ് വരുമോ എന്നറിയില്ല. എന്തായാലും ഞാൻ ആ പാട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് അത് വെച്ചോളൂ. നെയ്യിൽ അതന്നെ അരിക്ക് വേണ്ടല്ലോ. നെയ്യിൽ ഇതെന്താ അല്ലേ? അതെന്താ അറിയോ?
ഇത് ഉഴുന്നുവട രാവിലത്തെ പൂജയ്ക്ക് കുറച്ചുണ്ടാക്കണതാണ്. അപ്പോൾ ഇത് അതുപോലെ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് ഗ്രൈൻഡറിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, മാവൊക്കെ നല്ല കാണുമ്പോൾ ആ ഒരു ഷേപ്പൊക്കെ നല്ല രസമായിരിക്കും. എനിക്കൊക്കെ അത് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, കൈ പൊള്ളൂ നമുക്ക് എണ്ണയ്ക്ക് ഇടുമ്പോൾ. ചേച്ചിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. കടകളിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ടേസ്റ്റായിരുന്നു. ഇതിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രസാദം വെച്ചിട്ട് ഓരോ പൂജ ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് അടുക്കള. അപ്പോൾ അവിടെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്യണത് കേട്ടോ. അതുകൊണ്ടാണ് ഓരോ ശബ്ദം കേൾക്കണം, ഓരോരുത്തർ സംസാരിക്കുന്നതും ഓരോന്ന് അവിടുന്ന് വേണ്ട സാധനങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ എടുത്തു കൊടുക്കും ഒക്കെയാണ്. പൂജയ്ക്ക് വേണ്ട സാധനങ്ങളും അപ്പോൾ ഒക്കെ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുന്നതിൻ്റെയും ഒക്കെ ബഹളവും ഒക്കെയാണ് അവിടെ കേൾക്കുന്നത്. ഇത് പിന്നെ വൈകുന്നേരത്തെ പൂജയ്ക്ക് ഉണ്ടാക്കാനാണ് ഇലയിട. ഞാൻ കുറച്ച് അപ്പുറത്ത് പോയി വരുമ്പോഴേക്കും ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ടാക്കി അവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് അവസാനത്തെ വയ്ക്കണ സമയത്താണ് ഞാൻ എത്തിയത്. അവിടെ നെയ്പ്പായസത്തിനുള്ളത് അവിടെ കുക്കറിൽ വെച്ചിരിക്കണം കേട്ടോ, അരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടയാവുന്നുണ്ട്. പിന്നെ ഇടയിൽ ഇത് പൂജ കഴിഞ്ഞിട്ട് സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫാമിലി പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വക ആയിരുന്നു ഇത്തവണ സദ്യ. ഇത് പൂജാപ്രസാദങ്ങളാണ്, എല്ലാ പ്രസാദവും കൂടി ഒരുമിച്ച് വെച്ചത്. പായസവും പാൽപ്പായസം, പിന്നെ അമ്പലത്തിൽ കഴിച്ച പായസം, ചെറുപയർ പുഴുക്ക് എല്ലാം ഉണ്ട് ഇതിൽ. ഉഴുന്നുവട, ഇലയട, ഇത് അമ്പലത്തിൽ കാവിൽ കഴിച്ചിട്ടുണ്ടായിരുന്ന പായസമാണ്. പിന്നെ അടിമക്കാവിലും പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തെയും കൂടിയുള്ള പ്രസാദമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സദ്യ ഞാൻ പറഞ്ഞില്ലേ, സദ്യയുടെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ഫാമിലിയുടെ വകയായതുകൊണ്ട് സദ്യ ആയിട്ടുണ്ടായിരുന്നു. സദ്യയും പായസമൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ അത്ര വലിയ സദ്യ ഉണ്ടാവാറില്ല. സാധാരണ രീതിയിലുള്ള ഊണുണ്ടാവാറുണ്ട് എപ്പോഴും. ഇതിപ്പോൾ അവർ പുതിയതായി കല്യാണം കഴിഞ്ഞുകൊണ്ട് അവരുടെ വക സ്പോൺസറായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പൂജാവിശേഷങ്ങൾ.